ഹായ് നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഞാൻ മുറ്റമൊക്കെ അടിച്ച് വാരിയപ്പോൾ ഒരു പാമ്പ് ഇല്ല ഇങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നെ കണ്ടതുമില്ല, എന്ത് പാമ്പാന്ന് അറിയുമില്ല. ഞങ്ങൾ ഈ ഭാഗമെല്ലാം ഉള്ള ചെടീൻ്റെ ഈ ഭാഗത്തോട്ടൊക്കെ പോയിനി. ഞാൻ ശരിക്കും കണ്ടില്ല, വാലിൻ്റെ ഭാഗമേ കണ്ടുള്ളൂ. അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കണം. എന്താ കാട് കണ്ട മഴ കാരണം ഒന്നും കളഞ്ഞില്ല. പിന്നെ ഈ ശംഖുപുഷ്പം എല്ലാം കാടായിട്ടാണ് ഉള്ളത്, മഴക്കൊന്നും പൂക്കില്ലല്ലോ. ഇനി വെയിലെല്ലാം ഓണാകുമ്പോൾ ഇതിനെല്ലാം നല്ല പൂവെല്ലാം വിരിയും. അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് കളഞ്ഞ് കളയാൻ അത്ര ധൈര്യമില്ല. ഇവിടെയൊന്നും പാമ്പില്ലാന്ന് തോന്നും. മാളമൊന്നുമില്ല, വലിയ കല്ലിൻ്റെ വലിയ പാമ്പാണ്. ചെറുതാണെങ്കിലേ ഇതിൻ്റെ എല്ലാം ഇടക്ക് കൂടുതൽ. ഇതെല്ലാം ഒന്ന് ഞാൻ ക്ലീൻ ചെയ്യലാണിന്ന്. ഇത് ചെറിയ കുറ്റിച്ചെടി പോലെ തന്നെ എന്തെങ്കിലും കളയാൻ പക്ഷേ മനസ്സ് വരുന്നില്ല. പൂ വിരിയുമ്പം രസം, ഇപ്പം വെറും കാടും. ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കാം. ഇത് വിരിയുന്ന സമയത്തെല്ലാം നല്ല ഭംഗിയായി. ഇതെല്ലാം അടിയെ മുറിക്കാണ്ട് ഇതിലേ മുറിച്ചിട്ട് കളഞ്ഞാലാന്ന് തോന്നുന്നു നല്ലത്. എന്നിട്ട് അധികം വളരാതെ എന്തെങ്കിലും ഇട്ട് കൊടുക്കണം. പാമ്പിനെ കാണുമ്പോൾ ഒരു പേടിയാണ്. അല്ലെങ്കിൽ ഇതെല്ലാം കാണാനൊരു രസമാണ്. അത്ര നല്ല ചെടിയൊന്നും അല്ലെങ്കിലും മൊത്തത്തിൽ കാണാനൊരു കാഴ്ചയില്ല. ഞാനിപ്പോൾ ഇതെല്ലാം വഴക്കി വൃത്തിയാക്കാൻ പോലെ. ഇതെല്ലാം പറിച്ച് കളയാം. ഇനി എല്ലാം ക്ലീൻ ആക്കിയിട്ടാകുമ്പോൾ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ ചെടി നല്ല രസമല്ലേ കാണാൻ? എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ചെടിയാണ്. കാൽഭാഗം വൃത്തിയാക്കിയേ, ഇപ്പുറത്തെ ഭാഗം പേടിച്ചിട്ട് വൃത്തിയാക്കിയില്ല. ഇത് വൃത്തിയാക്കി 10 മണിച്ചെടിയൊന്നും ഇല്ല. 10 മണിച്ചെടിയെല്ലാം മുമ്പ് കുറേ ഉണ്ടായിരുന്നു. അത് അങ്ങനത്തെ നട്ടാൽ നല്ല ഭംഗിയുണ്ടാവും. ഇത് ഞാൻ അധികം കളർ ചെടി എനിക്ക് ഉണ്ടായിട്ടില്ല. എല്ലാം ഒരേ കളറായിപ്പോയി. അതിൻ്റെ ഇടയ്ക്ക് പൊന്നാങ്കണ്ണി ചിരിയും കുറച്ച് വെച്ചെടുത്തു. ഇതിൻ്റെ ക്രമത്തിൽ ലൈനായിട്ട് വെക്കാൻ പറ്റുന്നില്ല. ഈ പോയിൻ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. കല്ലിൻ്റെ ഇടയ്ക്ക് ഒരു കല്ലിൻ്റെ അളവ് വ്യത്യസ്തമായതുകൊണ്ട് പല സ്ഥലത്തും മാറിപ്പോയി. ഇനി ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം കേട്ടോ. വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.